ഒരു അധ്യക്ഷ പ്രസംഗത്തിൽ അധ്യക്ഷൻ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒരു അധ്യക്ഷ പ്രസംഗം എങ്ങനെ പറയാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ അഭ്യർത്ഥിക്കുന്നു. അധ്യക്ഷൻ എന്നുള്ളത് ഒരു പൊതുപരിപാടിയുടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ അധ്യക്ഷൻ ആ വേദിയിൽ ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. രണ്ടാമത്തെ കാര്യം, ഈ പരിപാടിയിൽ ആങ്കർ ഉണ്ടെങ്കിൽ അധ്യക്ഷനും ആങ്കറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം, പ്രസംഗിക്കുന്ന ആളുകൾക്ക് എത്ര സമയം പ്രസംഗിക്കണം എന്ന് കൊടുക്കേണ്ടത് അധ്യക്ഷനാണ്. നാലാമത്തെ കാര്യം, പ്രസംഗം നീണ്ടുപോയാൽ അത് നിയന്ത്രിക്കേണ്ട ചുമതലയും അധ്യക്ഷനാണ്. അഞ്ചാമത്തെ കാര്യം, നിങ്ങളുടെ അധ്യക്ഷ പ്രസംഗത്തിൽ ആ സംഘടന അല്ലെങ്കിൽ ആ പാർട്ടി ഇതിനെക്കുറിച്ചുള്ള സ്വാഗത പ്രസംഗിക്കാൻ പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തണം. രണ്ടാമത്തെ കാര്യം, ഈ പൊതുപരിപാടിക്ക് ശേഷം സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം മറ്റ് കലാപരിപാടികൾ ഉണ്ടെങ്കിൽ തന്നെ അധ്യക്ഷൻ ഈ പൊതുപരിപാടി സാംസ്കാരിക സമ്മേളനം ചുരുക്കുക എന്നുള്ള കടമ അധ്യക്ഷൻ്റെതാണ്. ആ ഉത്തരവാദിത്തം അധ്യക്ഷൻ നിർവഹിക്കേണ്ടതാണ്. അടുത്ത കാര്യം, അധ്യക്ഷൻ വേദിയിലേക്ക് കടന്നു വരേണ്ട സമയം ബാക്കിയുള്ള അതിഥികൾ വേദിയിലേക്ക് കയറി വരുന്നതിൻ്റെ കൂട്ടത്തിലാണ് അധ്യക്ഷൻ കയറി വരേണ്ടത്. ഇനിയുള്ള കാര്യം, അധ്യക്ഷനാണ് ഈ ചടങ്ങിലെ VVIP എന്നുള്ള ആ ഒരു ബോധ്യം അധ്യക്ഷന് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാരണവശാൽ അധ്യക്ഷന് പുറത്തു പോകേണ്ടി വരികയോ അർജന്റ് ഫോൺ കോൾ അനുസരിച്ച് പോകേണ്ടി വരികയോ ചെയ്താൽ അടുത്ത ആളെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ അധ്യക്ഷൻ വേദി വിട്ട് പോകാൻ പാടുള്ളൂ. അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞാൽ അടുത്തത് വിളിക്കേണ്ടത് ഉദ്ഘാടകനെയാണ്. അക്കാര്യം വിട്ടുപോകാതിരിക്കുക. അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിച്ചതിന് ശേഷം ഉദ്ഘാടകനെ വിളിക്കുമ്പോൾ തന്നെ ആ ഉദ്ഘാടകനെ പറ്റി ഉള്ള വിവരങ്ങൾ ആ വേദിയിൽ ഇരിക്കുന്നവർക്കും സദസ്സിൽ ഇരിക്കുന്നവർക്കും മനസ്സിലാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അധ്യക്ഷനാണ്. അതുകൊണ്ട് തന്നെ അധ്യക്ഷനാണ് ആ ചടങ്ങിനെ നിയന്ത്രിക്കേണ്ട കൺട്രോളർ. ആ ചടങ്ങിലെ സമയവും ആ ചടങ്ങ് എങ്ങനെയായിരിക്കണമെന്നും എല്ലാം നിയന്ത്രിക്കുന്നത് അധ്യക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്ന നിലയിൽ വേണം നിങ്ങൾ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ. നന്ദി, നമസ്കാരം.